ഹായ് ഓൾ, ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം സൗത്തിലുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസിന്റെ മുമ്പിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ HSST സുവോളജി എക്സാം ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കുട്ടികളൊക്കെ എന്താണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ HSST സുവോളജി എക്സാം എന്ന് നേരിട്ട് കുട്ടികളോട് തന്നെ ചോദിക്കാം. കാരണം ഇത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്കാണ്. ആ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് എന്താണെന്ന് ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കുട്ടികളോട് തന്നെ ചോദിക്കാം. ഞാൻ ഇതിനു മുന്നേ ഹയർ സെക്കൻഡറിയുടെ എക്സാം അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക്, ഞാൻ കുറച്ച് സീനിയറാണ്, സബ്ജക്ട് ടച്ച് നല്ലവണ്ണം ഉള്ള കുട്ടികളാണെങ്കിൽ, അതായത് ഇപ്പോൾ MSc കഴിഞ്ഞവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഡെവലപ്മെന്റ് ബയോളജി അങ്ങനെയൊക്കെ സെക്ഷൻ തിരിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എക്സാമിൽ സബ്ജക്റ്റ് കുറച്ച് ടഫായിരുന്നു. എനിക്ക് മറ്റേ ജനറ്റിക്സും അതുമായിട്ട് വന്ന അതെല്ലാം കുറച്ച് ടഫായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ആദ്യം നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈസി ആയിട്ട് തോന്നിയത് മറ്റേ റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് എല്ലാം ഈസി ആയിരുന്നു. സബ്ജക്റ്റിൽ എനിക്ക് ഇമ്മ്യൂണോളജിയാണ് കൂടുതൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. നോർമലി ഇപ്പോൾ പഠിച്ച ഒരാൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സിമ്പിൾ ആയിരുന്നു, പക്ഷെ എന്നാലും ഒന്നും കൂടി ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റും ഉണ്ടായിരുന്നു, അതേപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇൻഡെപ്ത് പോയിണ്ട്, അപ്പൊ അതനുസരിച്ച് ഒന്ന് പെരിഫറൽ കുറവായിരുന്നു. മെജോറിറ്റി ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഇന്നതെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം പ്രോബ്ലം വൈസ് ആയിരുന്നു ജനറ്റിക്സിൽ നിന്നൊക്കെ മിക്കതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നു. മോളിക്കുലാറിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഒക്കെ ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾസ് ഒക്കെ ചോദിച്ചിരുന്നു. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നോ അതോ ഡയറക്റ്റ്? ഇല്ല, ജനറൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡയറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡീപ്പ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് അതോ സർഫസ് ലെവലിൽ നിന്ന് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്? രണ്ടും ഉണ്ടായിരുന്നു. സിലബസ് ഹോൾ കവർ ചെയ്ത് എല്ലാ യൂണിറ്റിൽ നിന്ന് ഈക്വൽ ആയിട്ടായിരുന്നു വന്നിരുന്നത്. മോളിക്കുലാറിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിലബസ് കവർ ചെയ്തിരുന്നെങ്കിൽ എളുപ്പമായിട്ടുള്ള എക്സാം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ. ജനറൽ പേപ്പറോ? കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ബയോടെക്നോളജിയാണ്, അപ്പൊ അത് കാരണം എനിക്ക് സുവോളജി മെയിൻ സുവോളജി പോർഷൻസ് ഇച്ചിരി പാടായിരുന്നു. ബയോകെമിസ്ട്രിന്ന് എൻസൈം ആക്ടിവിറ്റിയുടെ കെഎം വാല്യൂ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ പേപ്പർ മറ്റേ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അധികം അങ്ങനെ ഒന്നുമില്ല. റിനൈസൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നെല്ലാം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്താൽ കിട്ടും. ഞാൻ സുവോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും എളുപ്പമായിരുന്നു. എന്നാലും വലിയ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇത്തിരി നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഈസി ആയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പും ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിരുന്നു. നമുക്ക് ജസ്റ്റ് ആ തിയറി പാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് അതോ മിക്സ്ഡ് ആയിട്ടായിരുന്നു? ജനറൽ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു. കൂടുതലും ഈ ഓർഗനൈസേഷൻസ് നമ്മുടെ നവോധന അതൊക്കെയായിരുന്നു. ഡീപ്പില് പോയോ അതോ സർഫസ് ലെവലായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മുടെ കുട്ടികളുടെ റിവ്യൂ എല്ലാം നമ്മൾ കേട്ടു. അപ്പൊ ഏകദേശം എക്സാം എല്ലാവർക്കും എളുപ്പമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ജനറൽ പേപ്പർ ആണെങ്കിലും ശരി, സബ്ജക്ട് ആണെങ്കിലും ശരി, എല്ലാവരും നല്ല ഒരു റിവ്യൂ തന്നെയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ജനറൽ പേപ്പർ ഒക്കെ നോക്കുവാണെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വഴിയെ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ പൊതുവെ കുട്ടികളെല്ലാം ഹാപ്പിയാണ്. എല്ലാവരും എന്താണ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കാണാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അത് കൃത്യമായി ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.